ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വല്ലാത്തൊരു വീഡിയോ തന്നെ പറയാം കേട്ടോ. നിങ്ങളൊക്കെ ഈ വീഡിയോയിലും കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ 20 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആശുപത്രിയാണ്. നൂറുകണക്കിന് തോട്ടം തൊഴിലാളികളും അതുപോലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും സാധാരണക്കാരും അതുപോലെ സമ്പന്നന്മാരൊക്കെ വരുന്ന ഒരു പ്രധാന ആശുപത്രിയാണ് കേട്ടോ. ഈ ആശുപത്രിയും ആ ആശുപത്രിയിലേക്കുള്ള പ്രധാന വഴിയും ഒരു വഴിയേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വഴിയെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ്. വളരെ ദയനീയമായിട്ടൊരു കാഴ്ചയാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പലരും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും 2 വർഷം മുമ്പ് വരെ ഈ റോഡെന്ന് പറയുന്നത് യാത്രായോഗ്യമല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡാണ്. എന്നാൽ ഈ കഴിഞ്ഞ മുൻപത്തെ വർഷം മുനിസിപ്പാലിറ്റിയുടെ ഔദാര്യത്തിൻ്റെ പേരിൽ ഒരു 100 മീറ്റർ ടാർ ചെയ്തത് കൊണ്ട് മാത്രം ഒരു ഗുണം ചെയ്തു. പക്ഷേങ്കിൽ അതിലും വലിയൊരു ശല്യമായി മാറിയിരിക്കുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ മനസ്സിലാകും. അല്ലെങ്കിൽ ഈ ആശുപത്രിയിലേക്ക് ഇറങ്ങുന്ന പ്രധാന വഴിയാണ്. ഈ വഴിയിൽ കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇത് ഒരു അല്പസമയം മാത്രമല്ല കേട്ടോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പ്രധാന റോഡ്, ഈ ആശുപത്രിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഈ വഴി രണ്ട് സൈഡിലും വലിയ വാഹനങ്ങളും അതുപോലെ കാറും ഓട്ടോയും പിക്കപ്പും ജീപ്പും ഒക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 20 ഏക്കറിനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ മുൻകൂർ വിളിച്ച് പറയേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഈ പ്രദേശത്തുള്ള ആരോടെങ്കിലും. കാരണം എന്നാൽ മാത്രമേ ഒരു ആംബുലൻസിനോ അല്ലെങ്കിൽ വലിയൊരു ജീപ്പിനോ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ കഴിയത്തുള്ളൂ. മറ്റു വാഹനങ്ങൾ എടുത്തു മാറ്റണം. ആ ഒരു സാഹചര്യത്തിലേക്ക് 20 ആശുപത്രിയുടെ അവസ്ഥ മാറിയിരിക്കുകയാണ്. എന്തൊരു നെറുകെട്ട പരിപാടിയാണെന്ന് നോക്കി. ഇതൊക്കെ ഒരു സാമാന്യ ബോധമുണ്ടോ? ഒരു ആശുപത്രിയുടെ വാതക്കലാണ് ഇതുപോലെ കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തത് എന്ന് നമ്മളൊന്ന് ഓർക്കണം കേട്ടോ. എന്തൊരു മര്യാദയാണ്, എന്തൊരു മാന്യതയാണ് ഇവർ കാണിക്കുന്നത്. ഇവിടെ ഇതുണ്ട്. ഈ സൈഡിൽ കൂടെ ഒരു വാഹനം, ജസ്റ്റ് ഒരു കാറ് പോകും. ആ കാറ് പോകുമ്പോൾ ഒരു നടപ്പുകാരൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യം. മാത്രമല്ല 2 സൈഡിലും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ മിറർ അല്ലെങ്കിൽ കണ്ണാടിയിൽ വെളിയിലേക്ക് തള്ളി നിൽക്കുക. എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ പിന്നെ അവിടെ അടിയായി ബഹളമായി കേസായി. ഇതൊക്കെയാണ് ഈ 20 ഏക്കർ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ. വളരെ ദയനീയമാട്ടോ. നമ്മളിത് 100 കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ആശുപത്രിയിലെ പ്രധാന കവാടം. ഒരു ആംബുലൻസ് വന്നാൽ തീർച്ചയാണ് അവിടെ ബ്ലോക്ക് അകപ്പെട്ടു പോവുകയുള്ളൂ. അവിടുന്ന് പിന്നെ ആളുകളെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നു, ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇതുപോലുള്ള ആശുപത്രിയുടെ ഭാഗങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ ഇവിടെ വരുന്ന ഹോട്ടലിൽ വരുന്നവരും മെഡിക്കൽ സ്റ്റോറിൽ വരുന്നവരും അതുപോലെ മറ്റു കടകളിലൊക്കെ വരുന്നവർ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുന്ന നല്ലൊരു സ്ഥലമായി കണ്ടിരിക്കുകയാണ്. ആരും ചോദിക്കാനില്ല. ഇവിടുത്തെ ജനപ്രതിനിധികൾ കാണുന്നതാണ്, അതുപോലെ ട്രാഫിക് പോലീസ് ഇത് കാണുന്നതാണ്, അതുപോലെ ഉദ്യോഗസ്ഥരെല്ലാം കാണുന്നതാണ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് ശബ്ദിക്കാൻ കഴിയുന്നതായി? ഇതൊക്കെ എന്തൊരവസ്ഥ, ഒരു മാന്യതയില്ലാത്തൊരു പരിപാടിയല്ലേ. നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോഴായി സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ എന്തായിരിക്കും? പിന്നെ അവിടെ കയ്യാൻ കളിയാകും, പിന്നെ കേസാകും. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ട്? ഈ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ. എൻ്റെ വീട്ടിൽ ഒരു ആൾ ഇവിടെ കിടക്കുന്നത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് എന്നോർക്കണ്ടേ? അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരെ കാണാൻ ആയതുകൊണ്ടാണല്ലോ ഞാനിവിടെ പാർക്ക് ചെയ്യേണ്ടി വന്നത്. അന്ന് ഇച്ചിരി മാറ്റി വണ്ടി പാർക്ക് ചെയ്യാം എന്നൊരു മനസാക്ഷി ആർക്കെങ്കിലും തോന്നിയാൽ കൊള്ളാമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുവാനുള്ളൂ.